നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞാറയ്ക്കൽ നിവാസികളുടെ ഒരു ദുരവസ്ഥ ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതായത് അവിടെ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ മരണമൊക്കെ സംഭവിച്ചാൽ ആ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ആ വീട്ടുകാർ, ആ നാട്ടുകാർ 8 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിക്കേണ്ട ഒരു ഗതികേട് നിലനിൽപ്പുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ 6 മാസമായി പ്രവർത്തനം നിലച്ചതിനാൽ അവിടുത്തെ ശ്മശാന പരിസരം നിലവിൽ കാടുപിടിച്ച് കിടക്കുകയാണ്. നമുക്ക് അവിടുത്തെ ഒരു വിശദമായ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ ഞാറയ്ക്കൽ പഞ്ചായത്തിൽ ആധുനിക ശ്മശാനം പൂർത്തീകരിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി തദ്ദേശവാസികൾ ഒരു മരണം നടന്നാൽ മൃതദേഹം 8 കിലോമീറ്റർ അകലെയുള്ള മുരുക്കുംപാടം ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത്. 1-ൽ കൂടുതൽ മൃതദേഹം മുരുക്കുംപാടത്ത് ദഹിപ്പിക്കാനുണ്ടെങ്കിൽ ഞാറയ്ക്കൽ തദ്ദേശവാസികളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനും കാലതാമസം നേരിടും. പൊതുശ്മശാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് സാധാരണക്കാരായ കുടുംബങ്ങൾ സാമ്പത്തികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് പൊട്ടിയതാണ് ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണം. പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഞാറയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ജനങ്ങളോട് നീതി പുലർത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ പോലും അത് അന്ത്യകർമ്മം നടത്തി ദഹിപ്പിക്കാൻ പോലും കഴിയാത്ത നടപടികൾ സ്വീകരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിവുകെട്ട ഭരണസമിതിയാണ്. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും രാജിവെച്ച് പോകാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. രാജിവെച്ച് പോകാൻ. ആശുപത്രിപ്പടിയിൽ നിന്നും പ്രതീകാത്മക മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർ പ്രതീകാത്മക ശവസംസ്കാരവും നടത്തി. ന്യൂസ് മലയാളം, കൊച്ചി.